ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്തു സ്വാദിലെ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. വൻതലഖ വ എന്ന വാവിൻ്റെ ഉച്ചാരണത്തിൽ അല്പം പോലും തഫ്ഖീം വരരുത്. എന്നാൽ ശേഷം സക്കിനായ നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുകയാണ് വേണ്ടത്. ആ മണിക്കലിൽ തഫ്ഖീം വേണം. ശേഷമുള്ളത് ഇസ്തിഅലാഇൻ്റെ ഇത്ബാഖിൻ്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാണ്. അപ്പോൾ അതിനിടക്ക് ലാമിന് തർക്കീഖാണ്. ബാക്കി ത്വാ, ഇപ്പുറത്ത് ഖാഫ്, ഇവക്കൊക്കെയും തഫ്ഖീം നൽകി തടിപ്പിക്കണം. അപ്പോൾ മിൻഹും, ഈ പദത്തിലെ സാക്കിന നൂനിനെ ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. മിൻഹും അനിംഷു, മിൻഹും അനിംഷു. അവിടെ സാക്കിനായ മീം അതും ഇൽഹാർ ഷഫവിയാണ്. മിൻഹും എന്നതിൽ സാക്കിനായ നൂൻ ഇൽഹാർ ഹൽഖി, സാക്കിനായ മീം ഇൽഹാർ ഷഫവി. അനിംഷു, അൻ ഇംഷു, അൻ ഇംഷു അല്ലേ. അൻ എന്ന സാക്കിനായ നൂനിൻ്റെ സുക്കൂനും ഇംഷു എന്നതിലെ ഹംസത്തുൽ വസ്ലിനെ കളഞ്ഞപ്പോൾ ശേഷിച്ച മീമിൻ്റെ സുക്കൂനും, ഇങ്ങനെ 2 സുക്കൂനുകൾ ചേർന്ന് വന്നപ്പോൾ നൂനിന് കസ്റ് കൊടുത്തു, അനിംഷു. അൻ ഇംഷു എന്ന് നമ്മൾ പറഞ്ഞു. ഇംഷു എന്നാണ് മുറിച്ചു വായിക്കുക എന്ന് മനസ്സിലായി. സ്വാഭാവികമായും ആർക്കെങ്കിലും സംശയം ഉണ്ടാകാം. ഫിയലാകുമ്പോൾ 3ാമത്തെ അക്ഷരത്തിന് ദമ്മു വരുമ്പോൾ ഹംസക്ക് ദമ്മല്ലേ, ഉംഷു എന്നല്ലേ പറയുക എന്ന്. അങ്ങനെയല്ല, അത് അടിസ്ഥാന നിയമം അങ്ങനെ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. സാലിസുൽ ഫിയൽ, 3ാമത്തെ അക്ഷരത്തിന്, ഫിയലിൽ 3ാമത്തെ അക്ഷരത്തിന് ദമ്മുണ്ടാകുമ്പോൾ ഹംസത്തുൽ വസ്ലിന് ദമ്മ് കൊടുക്കണം. അല്ലെങ്കിൽ മാത്രം, അഥവാ ഫത്ഹ കസ്റ ആണെങ്കിലാണ് ഹംസക്ക് കസ്റ് കൊടുക്കേണ്ടത്. ഇത് അടിസ്ഥാന നിയമം അവിടെ തന്നെ നിൽക്കും. എന്നാൽ ഇവിടെ എന്താണ് ഈ പദത്തിലുള്ളത്? ഇംഷു എന്നതിൻ്റെ ഏകവചനമാണ് നമ്മൾ എടുക്കേണ്ടത്. ഏകവചനം എടുത്ത് നോക്കൂ. അപ്പം എങ്ങനെ വരുന്നത്? ഇംഷി, പിന്നെ ഇംഷിയ, ഇംഷു. മഷ യംഷി എന്നതിൻ്റെ ഫിയലുൽ അംർ, കൽപ്പന രൂപമാണ് ഇംഷി. അതിലെന്താ ഉള്ളത്? അതിൽ 3ാമത്തെ അക്ഷരത്തിന് കസ്റ ഉള്ളത്, ഇംഷി എന്ന് വെച്ചാൽ ഇംഷു എന്നതിൻ്റെ അസ്ൽ എന്താണ്? ഇംഷിയു എന്നാണ്. ഇംഷിയു എന്നായിരുന്നു. ഇംഷി, ഇംഷിയ, ഇംഷിയു എന്നത് മുഅത്തല്ലായ ഫിയലായതുകൊണ്ട് ഇല്ലത്തിൻ്റെ ഹർഫ് കളയപ്പെട്ടു, ഇംഷു എന്നായി മാറിയതാണ്. അങ്ങനെ ഒരു കാര്യം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. കൂടാതെ അവിടെ അനൂംഷു എന്ന് ഖിറാഅത്ത് ഉള്ള മറ്റ് റിവായത്തുകളുണ്ട്. മറ്റ് ഖിറാഅത്തിൽ അനൂംഷു എന്ന് ഓതുന്നവരുമുണ്ട്. നമ്മളേതായാലും അനീംഷു എന്നാണ് ഓതുക. വസ്ബിറു, വാവിന് ഇസ്തിഫാൽ തർക്കീഖ
എന്നാൽ സ്വാദിന് തഫ്ഖീം വസ് ബി റൂ റായിനും തഫ്ഖീം അല ആലിഹതികും ഇതിലുള്ള അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ് മുൻഫസിൽ ജായിസ്. ഇന്ന ഹാദ നൂൻ മുഷദ്ദദ മണിക്കണം. ലശൈഉൻ യുറാദ് ലശൈഉൻ ഉൻ എന്നുള്ള തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. ലശൈഉൻ യുറാദ് റായിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ദാലിന് ഖൽഖല കുബ്ര നൽകുക. മാ സമിഅന ബിഹാദ ഫിൽ മില്ലത്തിൽ ആഖിറ ഇതിൽ ഖാഇനും റായിനും മാത്രമാണ് തഫ്ഖീം വരുന്നത്. ഇതുവരെയും എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. ഖാഇന് കസ്റാണ്, കുറഞ്ഞ തഫ്ഖീം നിസ്ബി. റായിന് പൂർണ്ണമായ തഫ്ഖീം. ഫിൽ മില്ലത്തിൽ ആഖിറ ഇൻ ഹാദ സാകിന നൂൻ ഇൽഹാർ ഹൽഖി. ഹാദയിലെ അവസാനത്തെ അലിഫിന് ഇത് മദ് മുൻഫസിൽ ജായിസ് നൽകി ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. അപ്പോൾ ഇൻ ഹാദാ ഇല്ല ഇഖ്തിലാഖ്. അപ്പം എന്തൊക്കെയാണ്? ഇല്ല എന്ന അലിഫ് ഇൽതിഖാ സാക്കിനിന് വേണ്ടി പോയി. ഓക്കെ, ഖാഇന് തഫ്ഖീം കൊടുക്കണം. തഫ്ഖീം നിസ്ബി. ഇല്ലഖ്തിലാഖ് ഖാഫിന് തഫ്ഖീം വേണം, ഖൽഖല കുബ്ര വേണം. അപ്പോൾ ഇല്ലഖ്തിലാഖ് മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. വ്യക്തമാക്കി ഹംസ ഉച്ചരിക്കുക. ഉൻസില സാക്കിനാനൂൻ ഇഖ്ഫാ ഹഖീഖി അവ്യക്തമാക്കി മണിക്കണം. അലൈഹി ദിക്റു കാഫ് മഹ്മൂസാണ്, ശ്രദ്ധിക്കണം. ക്ക് എന്ന് ശബ്ദം ചലിക്കരുത്. അലൈഹി ദിക്റു മിൻ ബൈനിന സാക്കിനാനൂൻ ഖൽബ് ചെയ്ത് പൂർണ്ണമായി സാക്കിന മീമിൻ്റെ ശബ്ദം നൽകി മാറ്റി മണിക്കണം. മീമിന് ഇഖ്ഫാ ഷഫവിയാണ് സ്വാഭാവികമായി വരുന്നത്. ആ ഹുക്മിലേക്ക് ഇതിനെ മാറ്റുക. മീൻ ബൈനീന മണിച്ചുകൊണ്ട് ഓതുക. ബൽ ഹും ഫീ ഷക്കീം അല്ലെ, ഹും എന്ന സാക്കിന മീം ഇൽഹാർ ഷഫവി ഫായിന് മുമ്പിൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്, അവ്യക്തമാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ബൽ ഹും ഫീ ഷക്കീം മിൻ തൻവീനിനെ പൂർണ്ണമായും മീമിലേക്ക് ലയിപ്പിച്ച് മണിക്കുക. ഇത് അംബിഗുന്ന. മിൻ ദിക്രി സാക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. കാഫിന് ഹംസ് കൊടുത്ത് റായിന് തർക്കീഖ്. മിൻ ദിക്രി അവിടെ രീന്ന് അധികം നീട്ടരുത്, 2 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിച്ച് നിർത്തുക. ബല്ലമ്മ ലാമിൽ ലയിപ്പിക്കപ്പെടുന്നു. ഇദ്ഗാം മുതമാസിലൈൻ സഗീർ. ബല്ലമ്മ സാക്കിന ലാം ശേഷം ലാം വന്ന ഇദ്ഗാം കാമിലാണ്. ലാമും റാവും ശേഷം വരുമ്പോൾ ഈ ബൽ എന്നതിലെ ലാം. ബല്ലമ്മ മീം മുഷദ്ദദ മണിക്കുക. യദൂഖു ലമ്മ യദൂഖു അദാബ് ബായിന് ഖൽഖല കുബ്ര കൊടുത്ത് നിർത്തുക വഖഫ് ചെയ്യുമ്പോൾ. അദാബി എന്ന യാ ഹദ്ഫ് ചെയ്യപ്പെട്ട പദമാണ്. അദാബ് ചേർത്തോതുകയാണെങ്കിലും അദാബി അം ഇൻദഹും എന്നോതണം.
أم عندهم ساكنة ميم إظهار شفوي عندയിലെ സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക മറച്ച് മണിക്കുക ഐൻ എന്ന് നൂന് വ്യക്തമാവരുത് ഐൻ അല്ല ഐന്ദഹും സാക്കിന മീം വരുന്നു പദത്തിൻ്റെ അന്ത്യത്തിൽ ഇൽഹാർ ഷഫവി ഖാസീനു ഖാസീനു ഖായിന് പൂർണ്ണമായ തഫ്ഖീം എന്നാൽ സായി തർക്കീഖ് ഇസ്തിഫാൽ അലിഫിലും ഖാസീനു റഹ്മതി റായിന് തഫ്ഖീം വീണ്ടും റബ്ബിക റാവും തഫ്ഖീം അൽ അസീസിൽ വഹ്ഹാബ് അൽ അസീസ് ഐന് സ ഒക്കെ വ്യക്തമാക്കി ഉച്ചരിക്കുക അൽ വഹ്ഹാബ് ചിലർക്കെങ്കിലും തെറ്റിപ്പോവും ഹായിലേക്ക് അടുത്തു പോകുമ്പോൾ ശബ്ദം തെറ്റാണ് സൂക്ഷിക്കണം ആയി തന്നെ പറയാം അൽ വഹ്ഹാബ് ശബ്ദം ചലിപ്പിച്ച് ഖൽഖല കുബ്ര നൽകി നിർത്തുക അം ലഹും മുൽക്കു ആദ്യത്തെ സാക്കിന മീം അം എന്നതിലുള്ളത് ഇൽഹാർ ഷഫവി ലഹും എന്നതിലെ മീമിനെ പൂർണ്ണമായും ശേഷമുള്ള മീമിൽ ലയിപ്പിച്ച് മണിക്കുക ലഹും മുൽക്കു സ്സമാവാതി വൽ അർദി വമാ ബൈനഹുമാ അസ്സമാവാതി തർഖീഖ് ചെയ്യുക അക്ഷരങ്ങൾക്കൊക്കെ വൽ അർദി റാ ضاد തഫ്ഖീം ضادന് കസ്റാണ് കുറഞ്ഞ തഫ്ഖീം മതി വമാ ബൈനഹുമാ അലിഫുകൾക്കൊക്കെ രണ്ട് ഹറക്കത്തിൻ്റെ ഖദർ മാത്രം അധികം ദീർഘം നൽകരുത് എന്നതിൽ റാ തഫ്ഖീം ചെയ്യണം ഖാഫിന് തഫ്ഖീം കൊടുക്കുക ഫൽയർതഖൂ ഫിൽ അസ്ബാബ് ബായിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക ജുന്ദും സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി മറച്ച് മണിക്കുക ദുൻ എന്ന തൻവീനിനെ പൂർണ്ണമായും മീമിൽ ലയിപ്പിച്ച് മണിക്കുക ഇത് ബിഗുന്ന കാമിൽ മാ ഹുനാലിക അപ്പോൾ ജുന്ദും മാ ഹുനാലിക മഹ്സൂമുൻ ഹാവും നേരത്തെ പറഞ്ഞതുപോലെ മഹ് എന്ന ഹായിലേക്ക് അടുത്തു പോകരുത് മഹ്സൂമും മിനൽ അഹ്സാബ് അത് വ്യക്തമായ ഹാ തന്നെ അവിടെ ഹായി പോകരുത് ശ്രദ്ധിക്കുക അപ്പോൾ മഹ്സൂമുൻ എന്ന തൻവീൻ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക മഹ്സൂമും മിനൽ അഹ്സാബ് വ്യക്തമാക്കി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക ബായിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക മിനൽ അഹ്സാബ് ബാറകല്ലാഹു ഫീക്കും أعوذ بالله من الشيطان الرجيم وانطلق الملأ منهم أن امشوا واصبروا على آلهتكم إن هذا لشيء يراد ما سمعنا بهذا في الملة الآخرة إن هذا إلا اختلاق أأنزل عليه الذكر من بيننا بل هم في شك من ذكري بل لما يذوقوا عذاب أم عندهم خزائن رحمة ربك العزيز الوهاب أم لهم ملك السماوات والأرض وما بينهما
فليرتقوا في الأسباب جند ما هنالك مهزوم من الأحزاب. بسم الله.